വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്ന് വധുവിന്റെ വീടിന് നേരെ വെടിയുതിർത്ത് വരൻ. സംഭവത്തിൽ കോട്ടയ്ക്കൽ സ്വദേശിയായ അബു താഹിർ പോലീസ് പിടിയിലായി. മലപ്പുറം കോട്ടയ്ക്കൽ അരിച്ചോളിയിൽ ചൊവ്വാഴ്ച രാത്രിയിലാണ് സംഭവം. ഇന്നലെ വൈകിട്ട് ഒരു 7 മണിയോടുകൂടി വൈകുന്നേരം 7 മണിയോടുകൂടി അരിച്ചോള് നെടുങ്ങോട്ടുകുളമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇബ്രാഹിം എന്ന് പറഞ്ഞ ആളുടെ വീടിൻ്റെ മുൻവശത്ത് നിന്നിട്ട് അയാളുടെ വീട്ടിലേക്ക് വെടിയുതിർത്ത് 2-3 റൗണ്ട് വെടിയുതിർത്തു. ഏതാണ്ട് 8:45 പോലീസ് സ്റ്റേഷനിൽ അറിയിപ്പ് കിട്ടുന്നത്. ഞാനും പോലീസ് പാർട്ടിയും സ്ഥലത്ത് പോയി. സംഭവം എയർ റൈഫിൾ വെച്ചിട്ട് വെടിവെച്ചതാണ്. ഈ ഇബ്രാഹിമിൻ്റെ മകൾ ആയിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂവിലാണ് പ്രശ്നം. അയാളുടെ മകളെ കല്യാണം കഴിച്ച് 1 കൊല്ലം മുമ്പ് നിക്കാഹ് കഴിച്ച ആൾ ഒഴിഞ്ഞതിൽ ഉള്ള വിരോധം മൂലം അയാൾ 1 മാസം മുമ്പ് ഒരു റൈഫിൾ മേടിച്ചു. എടരിക്കോട് മാസ് റൈഫിൾസിന് റൈഫിൾ മേടിച്ച് പ്രാക്ടീസ് ചെയ്തു. ഇന്നലെ വൈകുന്നേരം നേരെ അയാളുടെ വീടിൻ്റെ മുമ്പ് നിന്നിട്ട് 3 റൗണ്ട് നേരെ വീട്ടിലേക്ക് നിറയൊഴിച്ചു. എന്നിട്ട് അയാൾ അവിടെ നിന്ന് അബ്സ്കോണ്ടിങ് ആയി. രാത്രി തന്നെ പ്രതിയെ നമ്മൾ കസ്റ്റഡി എടുത്തു. പ്രതി ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. വീടിന് സമീപത്തെത്തിയ അബു എയർഗൺ ഉപയോഗിച്ച് 3 റൗണ്ട് വെടിയുതിർക്കുകയായിരുന്നു. വെടിവയ്പിൽ വീടിന്റെ ജനലുകൾ തകർന്നിട്ടുണ്ട്. തുടർന്ന് അബു താഹിറിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. അവിടുത്തെ ഫ്രണ്ടിലെ ജനൽ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ ആൾക്കാർ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ സ്പോട്ടിൽ തന്നെ ഡെഡാവാനും അത് മതിയായിരുന്നു. ആളിനെ അപകടപ്പെടുത്താനുള്ള ഉദ്ദേശം കൊണ്ടായിരിക്കണമല്ലോ വീടിൻ്റെ മുമ്പിൽ തന്നെ വന്നിട്ട് നിറയൊഴിക്കുന്നത്. മാത്രമല്ല ആ സമയത്ത് ആൾ കട്ടിൽ കിടക്കുകയായിരുന്നുകൊണ്ട് മാത്രമാണ് അയാൾക്ക് അപകടം പറ്റുന്നത്. അകത്തെ മുറിയിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ കൃത്യമായിട്ട് വെടിയേക്കുകയും അയാൾ മരണപ്പെടാനും സാധ്യതയുണ്ടായിരുന്നു. ഇത് അയാൾക്ക് മാനസിക പ്രശ്നം ഉള്ളതായിട്ടല്ല പറയുന്നത്. അയാൾ ഈ ഫാമിലി ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് അയാൾക്ക് ആ ലേഡിയോട് അയാൾക്ക് ദേഷ്യമുണ്ട്, വിരോധമുണ്ട്. മുൻപ് കേസുകളിൽ പ്രതിയാണോ എന്നുള്ള അന്വേഷിച്ച് വരുന്നുണ്ട്. പക്ഷേ ഇയാൾ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. നമ്മൾക്കെതിരെ കേസുകളൊന്നും റിപ്പോർട്ടായിട്ടില്ല. ഇന്ന് നടപടിയെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞ ശേഷം നമ്മൾ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ആ റൈഫിളും നമ്മൾ അയാളുടെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ നമ്മൾ കസ്റ്റഡിയിലെടുത്തു. കാരണം ഇങ്ങനത്തെ ഒരു വിഷയമാകുമ്പോൾ സെൻസിറ്റീവാണ്. ഇനിയും കൂടുതൽ ആൾക്കാർക്ക് പേടിയോടെ അവർക്കും വീട്ടുകാർക്കും കിടന്നിറങ്ങണം. നാട്ടുകാർക്ക് ഭീതിയായി. അപ്പോൾ നാടിനും വീടിനും ഒക്കെ ഒരുപാട് ഭീഷണിയായിട്ട് ഒരാൾ പിന്നെയും ആ റൈഫിളുമായിട്ട് ഫ്രീ ആയിട്ട് വിട്ടു കഴിഞ്ഞാൽ ശരിയില്ല എന്നുള്ളതുകൊണ്ട് ഇന്നലെ തന്നെ നമ്മൾ കസ്റ്റഡിയിൽ എടുത്തു. അങ്ങനെയാണ് വീട്ടുകാരും നാട്ടുകാരും പറയുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ഒന്നും നമുക്കില്ല. പക്ഷേ അയാൾ അബ്നോർമലല്ല. അത് കാരണം ഈ ഒരു മെൻ്റൽ ഇഷ്യൂ ആയിട്ട് നിൽക്കുകയാണ്. ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട ഒരു മെൻ്റൽ ഇഷ്യൂ നിൽക്കുന്നതുകൊണ്ട് അയാൾ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഒരു ഈ പറയുന്ന മെൻ്റൽ ഹെൽത്ത് കെയർ ആക്ടിൻ്റെ ആ പെർവ്യൂവിലോട്ടൊന്നും പോകുന്നതല്ല. അയാളുടെ പേഴ്സണൽ ഇഷ്യൂവിൽ അയാൾ കാണിച്ചതാണ്. അയാൾക്ക് അവരെ കൊല്ലണമെന്നുള്ളൊരു ഉദ്ദേശമുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ ഒരു വീടിൻ്റെ നേരെ മുൻപിൽ വന്നിട്ട് ആണ് വെടിവെക്കുന്നത്. 3 റൗണ്ടാണ് വെടിവെക്കുന്നത്. 3 റൗണ്ടും നേരെ ഫ്രണ്ടിൽ നിന്ന് ഡയറക്റ്റ് ഹിറ്റ് ചെയ്യുകയായിരുന്നു. നിലവിൽ 308 വധശ്രമത്തിൻ്റെ കേസെടുത്തിട്ടുണ്ട്. കൂടാതെ ആംസ് ആക്ടിൻ്റെ സെക്ഷൻസ് അതിനകത്തുണ്ട്. ഇന്ന് റിമാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും പൂർണ്ണ ചിത്രത്തിലാവും. പ്രതിയുടെ പെരുമാറ്റത്തിലുള്ള പ്രശ്നം കാരണം നിക്കാഹിന് ശേഷം വധു പിന്മാറിയതെന്നാണ് വിവരം. അബു താഹിർ കോട്ടയ്ക്കൽ പോലീസ് കസ്റ്റഡിയിലാണ്. CCN മലപ്പുറം.